ഹലോ നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് 10th മാർച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത് സീപ്ലയുടെ പെർഫോമൻസ് ആണ്. ആ സ്റ്റോക്കിൽ രാവിലെ വന്ന ട്രേഡിൻ്റെയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് രാവിലെ 11:20 ട്രേഡ് സോഫ്റ്റ് തന്നത്. രാവിലെ മാർക്കറ്റിൽ ഇന്നലെ ക്ലോസിങ്ങിൽ വന്ന ഒരു സെല്ലിൻ്റെ കണ്ടിന്യൂഷൻ, നമുക്ക് അതിനകത്ത് കൺഫർമേഷൻ ഒന്നും ഇല്ലായിരുന്നു. അതിനുശേഷം ഒരു സൈഡ് പോയ ശേഷമാണ് നമുക്ക് 11:20 ട്രേഡ് വന്നിരിക്കുന്നത്. നമുക്ക് ട്രേഡുകൾ സോഫ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് പിക്ക് ചെയ്ത് തന്നോളൂ. അത് കൺഫേം ആണെങ്കിൽ മാത്രം നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് വെച്ചാൽ മതി. ട്രേഡ് എല്ലാം എടുക്കേണ്ടത് നിങ്ങളുടെ ട്രേഡിംഗ് ബ്രോക്കറിൽ തന്നെയാണ്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജിനെ കുറിച്ച് കൂടുതൽ അറിയാനോ പഠിക്കാനോ താല്പര്യമുണ്ടോ, സിമ്പിളായിട്ട് ലേൺ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. കോളർ വാട്സപ്പ് സെയിം നമ്പർ തന്നെയാണ്. അപ്പോൾ നമുക്ക് 1330 നമുക്ക് ഈ ഒരു ട്രേഡ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് കൺഫേം ആണെന്ന് മാത്രം ചെക്ക് ചെയ്യുക. സിഗ്നൽ വരുമ്പോൾ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ അലേർട്ട് വരും. ഇതിനകത്ത് ഈ അലേർട്ട് മെസ്സേജിനകത്ത് എഴുതി കാണിക്കും. സെയിം ഡീറ്റെയിൽസ് മുകളിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബൈസിക്കിൾ വന്ന ശേഷം ഈ ഗ്രീൻ അപ്പാരോ ആണ് നമുക്ക് ബൈജാൽ ഇൻഡിക്കേഷൻ തരുന്നത്. താഴത്തോട്ട് നോക്കിയാൽ പ്രൈസ് ഇവിടെ ബൈസോൺ എന്ന് തന്നെ എഴുതി കാണിക്കണം. ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വന്നോളും. നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. പ്രൈസ് ഇൻ ബൈസോൺ ആൻഡ് ആരോടെ താഴ്ത്തി ഒരു ബാർ കണ്ടോ, ഓരോ ക്യാൻഡിലും ഓരോ ബാർ ഫോം ചെയ്യുക. അപ്പോൾ സിഗ്നൽ വരുമ്പോൾ താഴത്തെ ബാർ ഗ്രീൻ ആയാൽ മതി. ഓക്കെ ആണോ, ട്രേഡ് എടുക്കുക. നമുക്ക് സിഗ്നൽ വരുമ്പോൾ തന്നെ എൻട്രി പോയിന്റും അതിൻ്റെ തൊട്ട് താഴത്ത് ടാർഗറ്റ് ഉണ്ടാവും. 3 ടാർഗറ്റും ഉണ്ടാവും, സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും. സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ആണ്, നമ്മൾ റിസ്ക് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ടാർഗറ്റ് അച്ചീവ് ചെയ്ത ശേഷം മാർക്കറ്റ് ഒരു ട്രെൻഡി മാർക്കറ്റ് ആണെങ്കിൽ വൺ സൈഡ് അങ്ങോട്ട് അതേ സിഗ്നൽ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. അപ്പോൾ അവിടെ നമുക്ക് വേണമെങ്കിൽ റീ എൻട്രി എടുക്കാനുള്ള ഓപ്ഷൻസും ഉണ്ട്. ഇപ്പം നമ്മൾ നോക്കിയ ഒരു റെസിസ്റ്റൻസ് നിൽക്കുവാണ്, അതിനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഇനിയും മാർക്കറ്റ് അപ് ട്രെൻഡിലോട്ട് തന്നെ പോകും. ഇപ്പോൾ ഈ ഒരു ട്രേഡ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ഓൾറെഡി എടുത്ത് നിൽക്കുവാണ്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് ഉപയോഗിച്ച് കറക്റ്റായിട്ടുള്ള ഒരു ട്രേഡുകൾ എങ്ങനെ പിക്ക് ചെയ്യാം, നമ്മളുടെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞ ലേൺ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ്. കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. താങ്ക് യു.